ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. ഞാനാണ് ഗോഡ്. അപ്പോൾ ഗൈസ്, നമ്മളിന്ന് പുതിയൊരു ഗെയിമായിട്ടാണ് വന്നേക്കുന്നത്. ഗെയിമിൻ്റെ പേര് പറയത്തില്ല ഗൈസ്, ലാസ്റ്റ് പറയാം. ഓക്കെ, ഈ ഗെയിം എന്ന് പറയുന്നത് ചെറിയൊരു ഇത് പറയാം. എന്ന് വെച്ചാൽ നമ്മൾ മൈൻക്രാഫ്റ്റ് എന്നൊക്കെ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ഗെയിംസൊക്കെ വരും. മൈൻക്രാഫ്റ്റിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് വെർഷൻ. അപ്പോൾ ആ വെർഷനിലൊന്നും പെടാതെ കറങ്ങി നടക്കുന്ന ഒരു ഗെയിമാണ് ഈ ഗെയിം. ഇതെൻ്റെ പഴയ ലൂട്ടാണ്, എപ്പോഴോ എടുത്തിട്ടതാണ് ചത്തപ്പോൾ ഇത്. അങ്ങനെ ഉണ്ടാക്കിയൊരു ഇതായിരുന്നു ഈ ഗെയിം എന്ന് പറയുമ്പം എൻ്റെ അഭിപ്രായത്തിൽ ഇതൊരു മൈൻക്രാഫ്റ്റ് മിനി വേർഷൻ ഗെയിമാണ്, ഒരു 2D ഗെയിം. ഇതിനകത്തുള്ള പ്രത്യേകത ആദ്യം തൊട്ടേ പറഞ്ഞു തീർക്കാം. ഫസ്റ്റത്തെ പ്രത്യേകത ഇതിൻ്റെ സെറ്റിങ്സ് ആണ്. എന്ന് വെച്ചാൽ ഇതിന് കൺട്രോളായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു ചെറിയ ഒരു ജോയിസ്റ്റിക്ക് അത്രേ ഉള്ളൂ. പിന്നെ എയും ബിയും, ഈ എയും ബി എന്ന് പറയുന്നത് പല സാധനങ്ങളാണ്. ജോയിസ്റ്റിക്കിന് പ്രത്യേകിച്ചൊന്നുമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും മാത്രം. പിന്നെ കുനിയുക, ചാടുക എന്ന് പറഞ്ഞ ഓപ്ഷൻ അതിനകത്തില്ല. പിന്നെ എ എന്ന് പറഞ്ഞാൽ ചാടുക എന്നാണ്. ഈ മേളിൽ താഴേക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പിന്നെ ബി എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ യൂസ്, ഇല്ലെങ്കിൽ ബ്രേക്ക്. എന്ന് വെച്ചാൽ പൊട്ടിക്കുക, ഇല്ലെങ്കിൽ ഉപയോഗിക്കുക എന്ന് വെച്ചാൽ കാണിച്ചു തരാം. സ്പീഡോർ ഉണ്ട്, അപ്പുറത്ത് കിടക്കുക, ഇല്ല അടിക്കുക, അറ്റാക്ക് ആൻഡ് യൂസ്, അത് തന്നെ. പിന്നെ ബ്രേക്ക് എല്ലാം ചെയ്യാം. ഈ ജീവിനെ വന്നു, ഇത്രേ ഉള്ളൂ. പിന്നെ ഇതിനകത്തുള്ളത് കുറച്ച് സെറ്റിങ്സ് ആണ്. ഇതിനകത്ത് ഫസ്റ്റ് ഉള്ളത് മേളിലത്തെ 3 dots ആണ്. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഇൻവെൻട്രി കാണിക്കും. ഇത് 2 എണ്ണം കാണും. ഇത് ഒരെണ്ണം നമുക്ക് ഡെക്കറേറ്റ് ആയിട്ട് നമ്മുടെ ഡ്രസ്സൊക്കെ ഇടാനും, ഇത് നമുക്ക് ആർമറൊക്കെ സെറ്റാക്കാനും. പിന്നെ നമ്മുടെ ഇൻവെൻട്രി എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇതൊന്നും കാണത്തില്ല, എന്തുവാ ക്രാഫ്റ്റിംഗ് ടേബിൾ ഒന്നും ഇല്ല. അതിന് പകരം 4 രീതിക്ക് തന്നെ ഒതുക്കുന്നുണ്ട്. പ്രത്യേകിച്ചും കാണിക്കാമെന്നില്ല. ഇങ്ങനെ ഫർണേഴ്സൊക്കെ ഉണ്ടാക്കാം, അത്രേ ഉള്ളൂ. അതിനകത്ത് തന്നെ റെസിപ്പി കാണും. അതാണ് ഈ 2ാമത്തെ ഓപ്ഷൻ, നമ്മുടെ റെസിപ്പി ബുക്ക്. നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാനുള്ള എല്ലാ സാധനങ്ങളെക്കുറിച്ചും. ഇപ്പം നമുക്ക് എന്തുവാ ഒരു പിക്കാക്സ് ഉണ്ടാക്കണം. പിക്കാക്സ് വുഡൻ പിക്കാക്സ് മാത്രമല്ല, സ്റ്റോൺ പിക്കാക്സ് ഉണ്ട്, കോപ്പർ പിക്കാക്സ് ഉണ്ട്, അയൺ പിക്കാക്സ് ഉണ്ട്, പിന്നെ ഗോൾഡ് ഉണ്ട്, പിന്നെ ഡയമണ്ട് ഉണ്ട്, പിന്നെ അങ്ങനെ കുറേ ഉണ്ട്, എമറാൾഡ് ഉണ്ട്, പിന്നെ റൂബി ഉണ്ട്. അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. പിന്നെ അതിനകത്ത് മൈനിങ് കുറച്ച് ടഫുള്ള കാര്യമാണ്. ഞാൻ മൈനിങ് ഒന്നും ഈ വേൾഡ് കളിച്ച് ചെയ്തിട്ടില്ല. വേറൊരു വേൾഡ് ഉണ്ടായിരുന്നു, പൊട്ടിപ്പോയത്. അത് ഡിലീറ്റ് ആക്കിയ വേൾഡ് മാറിപ്പോയി. അതാണ് അതിൽ താഴോട്ട് കുറേ മൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ, സ്റ്റെയർ കേസൊക്കെ വെച്ച്. ഇത് വേറെ വേൾഡ്, ഞാൻ ആദ്യമായിട്ട് ചുമ്മാ ഒന്ന് ക്രിയേറ്റ് ചെയ്ത വേൾഡ്. ഇതിനകത്തെന്ന് പറഞ്ഞാൽ കുറേ മോബ്സ് കാണും ഇതിനകത്ത് നമ്മളെ കൊല്ലാനായിട്ട്. പിന്നെ ഈ അൻവിലിൻ്റെ പടം കണ്ട, ആൻവിലിൻ്റെ ഇത് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ അച്ചീവ്മെൻറ്റ്സ് ഒക്കെ കാണും. കുറേ അച്ചീവ്മെൻ്റ് കൊണ്ട് ഇതൊക്കെ കംപ്ലീറ്റ് ആക്കാം. ഈ മോബ്സ് എനിക്ക് ഇഷ്ടമല്ല. ഇത് കുറച്ച് ഇതെന്ന് പറയുന്നത് നമ്മുടെ സ്ലൈം തന്നെയാണ് കേട്ടോ. ഇത് സ്ലൈമാണ്. ഇത് വെച്ച് കുറേ ഗുണങ്ങളുണ്ട്. അതിലൊന്നുണ്ട്, ഇത് വെച്ച് ടോർച്ച് ഉണ്ടാക്കാം നമുക്ക്. ഇത് പാമ്പൊക്കെ ഉണ്ട്. പിന്നെ ചില പാമ്പൊക്കെ വിഷപ്പാമ്പ. പിന്നെ ഗൈസ്, ഇതിനകത്ത് ലെവലൊക്കെ ഉണ്ട്. ലെവൽ നമ്മൾ മാക്സിമം കൂട്ടാൻ ശ്രമിക്കുക, ഒരിക്കലും മരിക്കരുത്. കാരണം മൈൻക്രാഫ്റ്റിനേക്കാൾ കൂടുതൽ ഉപയോഗമുള്ള ലെവൽസാണിത്. പ്രത്യേകിച്ചൊന്നുമില്ല. ഈ ലെവൽ 20 ആയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ HP ഇപ്പോൾ 3 ഷാർട്ടേ ഉള്ളൂ. അത് നമുക്ക് എത്ര 8 10 ആക്കാം. ഞാനിത് 4 എന്തോ ആക്കിയത്. ഓരോ 4 ലെവൽ കൂടുമ്പോഴാണ് ഓരോ ഹാർട്ട് വീതം അങ്ങനെ എന്തോ ആണ് കൂടുന്നത്. ഞാൻ 20 ആക്കുമ്പോൾ ഫുള്ളാവുമെന്ന് തോന്നുന്നു. പിന്നെ ഇതിനകത്ത് ഈ ഒരു ഇതിട്ടിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ എടുത്തിട്ട് ഇത് കയറി ഓപ്ഷൻസിലുള്ള ഒതറി ക്ലിക്ക് ചെയ്ത് ഡി ഷോ ദ ബ്ലഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇതൊക്കെ ഏത് വേണമെങ്കിലും എഴുതാം. നീല ബ്ലഡ് ഞാൻ ഇതിപ്പോൾ പെട്ടെന്ന് ഓണാക്കിയതേ ഉള്ളില്ല. ഞാൻ നീല ചോര അതെല്ലാം കൊള്ളാം കഴിയും, അത്രേ ഉള്ളു. മാറ്റട്ടെ സ്ക്രീനൊക്കെ അല്ല, ഇതൊക്കെ ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. ഇതൊക്കെ ഉണ്ടായിരുന്നു, ഇതൊക്കെ ഞാൻ സെറ്റാക്കിയത്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഓരോ സാധനങ്ങൾ ചെയ്യുന്നത് ഓരോ രീതിയിലാണ്. നമുക്കിപ്പോൾ ഡോർ തുറക്കാനുള്ള കാര്യമില്ല. ഈ ഗെയിമിൽ 2 ബ്ലോക്കാണ് ഉള്ളത്. 2D ഗെയിമാണെങ്കിൽ ഈ അപ്പുറത്തിരിക്കുന്ന ബ്ലോക്ക് നമുക്ക് പൊട്ടിക്കണമെങ്കിൽ ഇപ്പോൾ നമ്മൾ ആക്സ് വെച്ച് പൊട്ടിക്കുമ്പോൾ വാതിൽ കുറയും.
അപ്പോൾ നമ്മൾ അതിനു വേണ്ടിയാണ് ഈ ഒരു ജോയിൻ സ്റ്റിക്കിൽ മേളിലത്തെ ഒരു ഇത് വെച്ചേക്കുന്നത്. അതും പിന്നെ ബിയും ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് മേളിലത്തെ ഓടിക്കാൻ പറ്റും. നോർമലായിട്ട് ബി ക്ലിക്ക് ചെയ്യുമ്പോൾ എന്തുവാ ഇങ്ങനെ പൊട്ടും. ഇപ്പം മരം പൊട്ടിക്കണമെങ്കിൽ തന്നെ ഇങ്ങനെയാണ്. കാരണം മരം ഭയങ്കര പാടാണ് കൈ കൊണ്ട് പൊട്ടിക്കാൻ. അപ്പം ആദ്യത്തെ മരം പൊട്ടിച്ചു കൊണ്ടാൽ നമുക്ക് ആക്സിഡൻറ്റ് ഉണ്ടാക്കണം. പിക്കാക്സ് ഉണ്ടാക്കാൻ നിൽക്കരുത്. മൈൻക്രാഫ്റ്റിൽ ഇത് രാത്രിയാണ് കിടന്നുറങ്ങാനാണെങ്കിലും എന്താണെങ്കിലും ഇപ്പോൾ ഒരു സാധനം യൂസ് ചെയ്യണമെങ്കിൽ ആരോ മേലോട്ട് വെച്ചിട്ട് ബി ഞെക്കണം. അത്രേ ഉള്ളൂ. ഈസിയാണ്, വെരി ഈസിയാണ്. പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ ഫുഡ് സോഴ്സ് ഒക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഏകദേശം അതിൻ്റെ ഇടയ്ക്ക് ഒരു വൃത്തിയായിട്ട് ആഡ് വന്നിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ബ്ലോക്കൊക്കെ വെക്കണമെങ്കിൽ ഒരിക്കലും ബി ഞെക്കാൻ പറ്റത്തില്ല, എ ഞെക്കാൻ പറ്റത്തില്ല. ബി ഒരിക്കലും മറ്റേ എന്തുവാ 1000 മേലോട്ടുള്ളതും ബി ആയിട്ട് ഞെക്കലും വരത്തില്ല. അത് ഞെക്കണമെങ്കിൽ നമ്മൾ സ്ക്രീൻ ടച്ച് ചെയ്യണം. സ്ക്രീൻ ടച്ച് ചെയ്തിട്ട് എവിടെയാണോ ബ്ലോക്ക് വെക്കേണ്ടത് ഫസ്റ്റ് ബ്ലോക്ക് വെക്കുന്നത് അപ്പുറത്തെ ബ്ലോക്കിൽ ഈ രണ്ടാമത് ഇങ്ങനെ വെക്കാം. നമുക്കാണെങ്കിൽ ചാടി നമ്മുടെ പാർക്കോറൊക്കെ പോലെ വെക്കാം. കണ്ടോ ഇങ്ങനെയൊക്കെ വെക്കാം. കണ്ടോ ഇങ്ങനെ ചിലപ്പോൾ ശരിയില്ല. കണ്ടോ ഇങ്ങനെയൊക്കെ വെക്കാം. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നേ ഉള്ളൂ. എനിക്കത് ഇതൊന്നും കുറച്ച് നാളിലൂടെ എന്താ ഇങ്ങനെ നമുക്ക് വെച്ച് വേണമെങ്കിൽ വലിയ പ്ലെയറൊക്കെ ആകാം. മനസ്സിലായോ? അത്രേ ഉള്ളു. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇത്രേ ഉള്ളു. പിന്നെ ഈ നാലാമത്തെയാണ് ഒരു കണ്ണട പഴമുള്ളത്. അത് നമുക്ക് വേണമെങ്കിൽ ഒരു ക്യാമ്പ് പോലെ സെറ്റാക്കാം. എന്ന് വെച്ചാൽ ഇതിങ്ങനെ പുറത്തേക്കൊന്നുമില്ല, ഇങ്ങനെ കറങ്ങി കിടക്കാം. അത്രേ ഉള്ളൂ. നമുക്ക് ഇനി എന്തോരം സ്ഥലമുണ്ട് എന്നൊക്കെ നോക്കാം. പിന്നെ ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണിച്ചു തരും. താഴെ നിർത്തിട്ട് പിന്നെ ഇതിനകത്ത് കുറേ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ബെറി കിട്ടും. ബെറി കൊണ്ട് ഇങ്ങനെ നടാൻ പറ്റില്ല. അതൊക്കെ ഒരു രീതിയുണ്ട്. അങ്ങനെ ആ രീതിയിലേ നടാൻ പറ്റത്തുള്ളൂ. ഇതിനകത്ത് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ ട്യൂട്ടോറിയലെല്ലാം വേണമെങ്കിൽ ഇല്ലെങ്കിൽ വല്ല ലെറ്റ്സ് പ്ലേ പോലെ ഒരു ഗെയിം പ്ലേ ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ പറയുക. ലെറ്റ്സ് പ്ലേ എന്ന് പറയാൻ കാരണം ഇതൊരു മൈൻക്രാഫ്റ്റിൻ്റെ ഒരു മിനി വെർഷൻ ആയിട്ടാണ്. ഇത്രയൊക്കെ ഉള്ളു ഗെയിം. പിന്നെ കുറേ കാര്യങ്ങളുണ്ട്, ബട്ട് ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ മൈനിങ് ചെയ്യുമ്പോൾ എൻ്റെ ഇപ്പോഴത്തെ ഒരു അഡ്വൈസാണ്, നിങ്ങൾ ഇങ്ങനെ സ്റ്റെയർ കേസ് മൈനിങ് ചെയ്ത് നിങ്ങൾ നേരെ താഴോട്ട് തന്നെ ഇങ്ങനെ മൈൻ ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇങ്ങനെ താഴോട്ട് തന്നെ മൈൻ ചെയ്യുക. പക്ഷേ കുറേ മൗസൊക്കെ കാണും. സ്റ്റെയർ മൈനിങ്ങൊക്കെ മൈൻക്രാഫ്റ്റിൽ നടക്കത്തുള്ളൂ, ഇതിനകത്ത് നടക്കത്തില്ല. അതുകൊണ്ട് നേരെ താഴോട്ട് തന്നെ മൈൻ ചെയ്യുക. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ്. ഇപ്പം ഞാൻ ഈ വേൾഡ് കളിക്കത്തൊന്നുമില്ല, ഗെയിം അധികം കളിക്കത്തില്ല ഇപ്പം ആ ഒരു വേൾഡ് പോയ സ്ഥിതിക്ക്. പിന്നെ ഇങ്ങനെയൊക്കെ ഉള്ളു, വലുതായിട്ടൊന്നും ഈ ഗെയിമിനെ കുറിച്ച് ഇല്ല പറയാൻ. സ്കാഫൊക്കെ ഉണ്ട്, സ്കാഫ് ഊരി വെക്കാം. എന്താ കൈയിരിക്കുന്ന നേരത്തെ തല വെക്കാം, തലയിരിക്കും. കണ്ട ഇങ്ങനെ മരം പൊട്ടിക്കാം. അങ്ങനെ കുറച്ച് കാര്യങ്ങളേ ഉള്ളു. ഇതിനകത്തുള്ള മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ വേണം. ഈ സൈഡിൽ കാണുന്ന ഗോൾഡാണ്, ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ആ ഗോൾഡും കൂടെ വേണം. പിന്നെ ഗോൾഡും പിന്നെ നമുക്ക് ലെവലും വേണം. ഇപ്പോൾ ഇത്ര ഉള്ള വീഡിയോ കഴിഞ്ഞിട്ടുണ്ട്. ബൈ.